അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും പരലോക ജീവിതവും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്വഹാബി വന്നിട്ട് നബിയോട് പറയുന്നു, ദുല്ലനി അല അമലിൻ ഇദാ അമിൽതു ബിഹി ദഹൽതുൽ ജന്ന. അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു അമൽ പറഞ്ഞു തരണം. ഇദാ അമിൽതു ബിഹി, ആ അമൽ ഞാൻ ചെയ്താൽ ദഹൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടക്കും. അങ്ങനത്തെ ഒരു അമല് എനിക്ക് പറഞ്ഞു തരണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുത്തതാണ് ഏറ്റവും ശ്രദ്ധേയം. കുൻ മുഹ്സിന, നീ മുഹ്സിനാവുക. ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ മഹാൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് കൈഫ അന്നി അഅലമു, ഞാൻ എങ്ങനെ തിരിച്ചറിയും അന്നി മുഹ്സിൻ, ഞാൻ മുഹ്സിനാണെന്ന് എങ്ങനെ തിരിച്ചറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ അയൽവാസിയുടെ അടുക്കലേക്ക് പോവുക. സെൽ ജീറാനക്ക, നിന്റെ അയൽവാസിയോട് നീ ചോദിക്കുക, മൻ അന, ഞാൻ ആരാണ്. അപ്പോൾ നിന്റെ അയൽവാസി പറയുന്നു, നീ മുഹ്സിനാണ് എന്നാണ് അയൽവാസിയുടെ ഉത്തരമെങ്കിൽ, അഥവാ നീ നല്ല മനുഷ്യനാണ്, നീ എന്നെ ബുദ്ധിമുട്ടിക്കാത്തവനാണ്, നീ എന്നെ പ്രയാസപ്പെടുത്താത്തവനാണ്, നിന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമുണ്ട് എന്നാണ് നിന്നോട് പറയുന്നതെങ്കിൽ, അന്ത മുഹ്സിനുൻ, നീ മുഹ്സിനാണ്, നീ സ്വർഗത്തിൽ കടക്കുന്നവനാണ്. ഇനി നിന്റെ അയൽവാസി പറയുന്നത്, അന്ത മുസീഉൻ, നീ എന്തല്ല, മോശക്കാരനാണ്, നന്മയുള്ളവനല്ല, നീ എന്നെ കബളിപ്പിച്ചവനാണ്, നീ എന്നെ വഞ്ചിച്ചവനാണ്, നീ എൻ്റെ വഴിമുട്ടിച്ചവനാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വരുന്ന കാറ്റ് തടുക്കുന്ന രൂപത്തിൽ മതിൽ കെട്ടി പൊക്കിയവനാണ്, നീ ഒരിക്കലും തന്നെ എനിക്ക് ഗുണം ചെയ്ത മനുഷ്യനല്ല, നീ മോശക്കാരനാണ് എന്നാണ് ഒരു അയൽവാസിയുടെ തിരിച്ചുള്ള മറുപടിയെങ്കിൽ, അന്ത മുസീഉൻ, നീ മുസീ ആണ്, മോശക്കാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹ്സിനായാൽ നിനക്ക് സ്വർഗത്തിൽ പോവാം. മുഹ്സിനാവുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ അയൽവാസിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത്ര ശ്രദ്ധേയമായ ഒരു ഹദീസാണിത്. ആരാണ് അയൽവാസി? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബരീൽ വന്നിട്ട് അയൽവാസിയുടെ മഹത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇത് കേട്ട് 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 അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പോയി, ജിബരീൽ എന്നോട് അനന്തരം കൊടുക്കണോ, അവർക്ക് അനന്തരം കൊടുക്കുകയും വേണോ എന്ന് പറയുന്നിടത്തേക്ക് എത്തും. ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബരീൽ അയൽവാസിയെ സംബന്ധിച്ച് വർണ്ണിച്ച്, അതല്ലെങ്കിൽ അവരുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞ്, അവരുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ്, അവരുടെ സുരക്ഷ എത്രത്തോളമാണ്, അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ എനിക്കങ്ങനെയാണ് മനസ്സിലായി പോയത് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അപ്പം അത്രയും വലിയ മഹത്വമുള്ള, അത്രയും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് അയൽവാസി എന്നുള്ളത്. നിന്റെ വീടിൻ്റെ മുൻഭാഗത്തുള്ള 40 വീടുകൾ അതിൻ്റെ അയൽവാസിയാണ്. വീടിൻ്റെ വലഭാഗത്ത് 40 വീടുകൾ, അതും നിന്റെ അയൽവാസിയാണ്. ഇടഭാഗത്തുള്ള 40 വീടുകൾ, അതും നിന്റെ അയൽവാസിയാണ്. നിന്റെ പിൻഭാഗത്തുള്ള 40 വീടുകൾ, അതും നിന്റെ അയൽവാസിയാണ്. ഈ അയൽവാസിയോട്, അത് മുസ്ലിമായാൽ, കുടുംബക്കാരനായാൽ, അയൽവാസിയായാൽ 3 ഉത്തരവാദിത്തങ്ങൾ. മുസ്ലിം എന്ന നിലക്ക്, അയൽവാസി എന്ന നിലക്ക്, കുടുംബക്കാരൻ എന്ന നിലക്ക് ഈ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇനി മുസ്ലിമും അയൽവാസിയും മാത്രമാണെങ്കിൽ മുസ്ലിമാണെന്ന നിലക്കുള്ള ഉത്തരവാദിത്തവും അയൽവാസിയാണെന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇനിയൊരു കാഫിറാണ് അയൽവാസി എങ്കിൽ ആ കാഫിറായ അയൽവാസിയോടും നീ മാന്യമായി പെരുമാറണം. അവരോട് കടപ്പാടുകളും കടമകളും നിർവഹിക്കണം. നിർവഹിക്കാത്ത പക്ഷം നീ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ഈ ഹദീത്ത് നമ്മുടെ ജീവിതത്തിലെ സാമൂഹിക പാഠത്തിൽ
നമുക്ക് അനിവാര്യമായും മനസ്സിലാക്കേണ്ടതും അനിവാര്യമായി ഉൾക്കൊള്ളേണ്ടതുമായ ഒരു ഹദീസാണ്. അള്ളാഹു അയൽവാസിയെ ബഹുമാനിക്കുകയും അവൻ്റെ അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്ന, കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെ അള്ളാഹു പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.